കന്യാംഗത്തിനായി ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നു എന്നതാണല്ലോ ഇപ്പോൾ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ചൂട് പിടിപ്പിക്കുന്ന വാർത്ത. അതെ, ഒരു ലോക്സഭാ ഇലക്ഷന് ഇന്ത്യ സാക്ഷ്യം വഹിച്ച് അതിന്റെ ആവേശം കെട്ടടങ്ങും മുന്നേ തന്നെ വീണ്ടും ഒരു ഇലക്ഷനായി വയനാട് ഒരുങ്ങുന്നു. മത്സരിച്ച 2 മണ്ഡലങ്ങളിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച രാഹുൽ ഗാന്ധിക്ക് പകരമായി എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത്? ഒരു സ്ഥാനാർത്ഥിക്ക് ഒരേ സമയം 2 ലോക്സഭാ സീറ്റുകളിൽ നിന്നും മത്സരിക്കുവാൻ സാധിക്കുമായിരുന്നു. 2 മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ലോക്സഭ ഇലക്ഷനെ പറ്റി ചുരുക്കത്തിലൊന്ന് നോക്കിയാൽ ഇന്ത്യൻ പാർലമെന്റിന്റെ അധോമണ്ഡലം അഥവാ ലോവർ ഹൗസ് ആണ് ലോക്സഭ. രാജ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ഇതിലെ അംഗങ്ങൾ. ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനത്തിന്റെയും ലോക്സഭ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷമാണ് കാലാവധിയെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് ലോക്സഭയുടെ കാലാവധി 1 വർഷം കൂടി നീട്ടാം. ലോക്സഭയിലെ ആകെ അംഗസംഖ്യ 545 ആണ്. 543 പേരെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. മറ്റു 2 പേരെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. 25 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കാം. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യുവാനും അവകാശമുണ്ട്. കേരളത്തിൽ ഇവിടുത്തെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ആകെ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിവുള്ളതോ ഇലക്ഷൻ സമയത്ത് നാം അറിഞ്ഞിട്ടുള്ളതോ ആയ കാര്യങ്ങളാണ്. 2024 ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായി 543 ലോക്സഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നതിനായി ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടന്നു. 2024 ജൂൺ 7-ന് 293 എംപിമാരുടെ പിന്തുണ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് സ്ഥിരീകരിച്ചു. ഇത് നരേന്ദ്രമോദിയെ 3ാം തവണയും പ്രധാനമന്ത്രിയാക്കുകയും അദ്ദേഹം ആദ്യമായി ഒരു സഖ്യ സർക്കാരിന് നേതൃത്വം നൽകുകയും ചെയ്തു. ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശം പാർട്ടിയും ബീഹാറിലെ ജനതാദളും 2 പ്രധാന സഖ്യകക്ഷികളായി ഉയർന്നു വന്നു. 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 18 സീറ്റുകളിൽ കോൺഗ്രസും BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഓരോ സീറ്റുകൾ വീതവും നേടുകയുണ്ടായി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആയിരുന്നു വയനാട്ടിലെ കോൺഗ്രസ് കാൻഡിഡേറ്റ്. രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നിന്നും കേരളത്തിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ഇരട്ട സ്ഥാനാർത്ഥിത്വം ചർച്ചയാകുന്നു. അങ്ങനെ ഒരേ സമയം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും കേരളത്തിലെ വയനാട്ടിലും മത്സരിക്കുകയും ഈ 2 ലോക്സഭാ സീറ്റുകളിലും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ നിന്ന് അഥവാ 2 മണ്ഡലങ്ങളിൽ നിന്ന് ഒരേ സമയം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന ആശയം അസാധാരണമല്ല. 1951 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരേ സമയം 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ നിയമപരമായി അനുവാദമുണ്ട്. എന്നിരുന്നാലും 2 മണ്ഡലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ 14 ദിവസത്തിനകം ഒരു സീറ്റ് ഒഴിയണമെന്നതാണ് നിയമം. ഒരു വ്യക്തി ലോക്സഭയിൽ ഒന്നിലധികം സീറ്റുകൾ കൈവശം വെക്കുന്നത് തടയുന്നതിനും ഒരു വ്യക്തിയുടെ കൈകളിൽ മാത്രം പ്രാതിനിധ്യം കേന്ദ്രീകരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നീതി പുലർത്തുന്നതിനും വേണ്ടിയാണ് ഈ വ്യവസ്ഥ നിലവിലുള്ളത്. 1996 ജനപ്രാതിനിധ്യ നിയമത്തിലെ 33-ാം വകുപ്പ് ഭേദഗതി ചെയ്തത് മുതലാണ് ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാവുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 2ആയി പരിമിതപ്പെട്ടത്. അതുവരെ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാവുന്ന മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ പരിമിതി ഉണ്ടായിരുന്നില്ല. 2 സീറ്റുകളിൽ മത്സരിക്കുന്ന ആദ്യത്തെ വ്യക്തിയല്ല രാഹുൽ ഗാന്ധി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ നിന്നും പ്രമുഖ രാഷ്ട്രീയക്കാർ മത്സരിച്ച സംഭവങ്ങൾ മുൻപും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. 1957 മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉത്തർപ്രദേശിലെ മധുര, ലക്നൗ, ബൽറാംപൂർ എന്നീ 3 സീറ്റുകളിൽ മത്സരിച്ചു. മധുരയിലും ലക്നൌവിലും പരാജയപ്പെട്ടെങ്കിലും ബൽറാംപൂരിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു. 1962 അദ്ദേഹം 2 സീറ്റിൽ മത്സരിച്ചു. 1996 തെരഞ്ഞെടുപ്പിൽ ലക്നൗ, ഗാന്ധിനഗർ എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച അടൽ ബിഹാരി വാജ്പേയി ഈ 2 സീറ്റിലും വിജയിച്ചെങ്കിലും ലക്നൗ സീറ്റ് നിലനിർത്താൻ തീരുമാനിച്ചു. അതിനാൽ തന്നെ ഗാന്ധിനഗറിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു. പിന്നീട് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും വാജ്പേയി ലക്നൌവിൽ നിന്ന് മാത്രമായിരുന്നു മത്സരിച്ചത്. എല്ലാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു. 2014 മുതൽ BJPയുടെ തന്നെ രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നിന്നും വിജയിക്കുന്നു. വാജ്പേയിക്ക് ശേഷം LK അദ്വാനിയും തുടർന്ന് അമിത്ഷായും ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തുന്നു. 1980 ഇന്ദിരാഗാന്ധിയും
ഉത്തർപ്രദേശിലെ റായ്ബറലി, ആന്ധ്രാപ്രദേശിലെ മേഠക് എന്നീ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും ആ 2 സീറ്റിലും അവർ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ദിരാഗാന്ധി മേഠക് മണ്ഡലം നിലനിർത്താൻ തീരുമാനിച്ചു. അങ്ങനെ റായ്ബറേലിയിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു. നെഹ്റു കുടുംബത്തിൽ തന്നെയുള്ള അരുൺ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് പകരക്കാരനായി റായ്ബറേലിയിൽ മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. 1984 കൊല്ലപ്പെടുമ്പോൾ മേഠക് മണ്ഡലത്തിലെ MP ആയിരുന്നു ഇന്ദിരാഗാന്ധി. 1991 ബഹുജൻ സമാജ് പാർട്ടിയുടെ മായാവതി ബിജ്നോർ, ബിലൻഷഹർ, ഹരിദ്വാർ എന്നീ 3 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചെങ്കിലും ആ 3 സ്ഥലത്തും അവർ പരാജയപ്പെട്ടു. 1999 മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി കർണാടകയിലെ ബെല്ലാരിയിലും ഉത്തർപ്രദേശിലെ അമേഠിയിലും മത്സരിച്ചു. ഈ 2 സീറ്റിലും അവർ വിജയിച്ചെങ്കിലും അമേഠിയെ പ്രതിനിധീകരിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ബെല്ലാരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 2014 ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ചത്. ഈ 2 സീറ്റിലും അദ്ദേഹം വിജയിച്ചെങ്കിലും വാരണാസിയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തത്. അങ്ങനെ വഡോദരയിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു. അതുപോലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. ഉത്തർപ്രദേശിലെ അമേഠിയിലും കേരളത്തിലെ വയനാട്ടിലും. എന്നാൽ വയനാട്ടിൽ മാത്രമാണ് അദ്ദേഹം ജയിച്ചത്. അങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി, വയനാട് എന്നീ 2 സീറ്റുകളിലും വിജയിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലി തെരഞ്ഞെടുക്കുകയും സ്വാഭാവികമായും വയനാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയും ചെയ്തു. അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് പകരമായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നു. 1996 മുന്നേ 1-ൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ധാരാളം പേരുണ്ടായിരുന്നു. ഇത്തരം സ്ഥാനാർത്ഥികൾ കൂടുതലായി വന്ന സാഹചര്യത്തിൽ നോമിനേഷൻ പ്രക്രിയയിൽ പിന്താങ്ങുന്നവരുടെയും സെക്കൻഡ് ചെയ്യുന്നവരുടെയും എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവ് പുറത്തിറക്കുകയുണ്ടായി. ഒപ്പം കെട്ടിവെക്കേണ്ട തുകയിലും വർധനവ് വരുത്തി. നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം 10,000-ഉം 25,000-ഉമായി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക വർദ്ധിപ്പിച്ചു. ഇതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ബഹുമണ്ഡല സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ അവസാനിച്ചു. 2004 ജൂലൈയിൽ ഇലക്ഷൻ കമ്മീഷൻ അന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മൻമോഹൻ സിംഗ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ബഹുമണ്ഡല സ്ഥാനാർത്ഥിത്വം നിർത്തലാക്കുവാൻ ശുപാർശ ചെയ്തിരുന്നു. 2015 ലോ കമ്മീഷനും ഈ റിപ്പോർട്ട് ശരിവെച്ചുവെങ്കിലും 2004 മൻമോഹൻ സിംഗ് ഗവൺമെന്റും 2015 നരേന്ദ്രമോദി ഗവൺമെന്റും ഒരു മാറ്റങ്ങളും കൊണ്ടുവന്നില്ല. 2023 അഭിഭാഷകനും BJP അംഗവുമായ അശ്വിനി ഉപാധ്യായ 1 കാൻഡിഡേറ്റ് 1 സീറ്റ് എന്ന ആശയം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ നൽകിയെങ്കിലും നിയമനിർമ്മാണ വഴിയാണ് ഇത്തരമൊരു മാറ്റം വരേണ്ടത് എന്ന കാരണം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഈ ഹർജി തള്ളുകയായിരുന്നു. ഇലക്ഷൻ കമ്മീഷനും ലോ കമ്മീഷൻ റിപ്പോർട്ടുകളും അനുകൂലിക്കുന്ന 1 കാൻഡിഡേറ്റ് 1 സീറ്റ് നിയമം വരണമെന്ന് ഇപ്പോഴും അദ്ദേഹം വാദിക്കുന്നു. കാര്യങ്ങൾ എന്തുതന്നെയാണെങ്കിലും 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പിന് വേദിയാവുകയാണ് വയനാട്. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വീണ്ടും വയനാട് കയറുവാൻ തുടങ്ങുന്നു. ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം തട്ടകത്തിൽ രാഹുൽ പരാജയപ്പെട്ടപ്പോഴും വൻ ഭൂരിപക്ഷത്തോടെ രാഹുലിനെ കൈപിടിച്ചുയർത്തിയ മണ്ഡലമാണ് വയനാട്. ആ വയനാട്ടിലേക്ക് പ്രിയങ്ക എത്തുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് എന്തു മാറ്റം സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നാടിന്റെ വികസനത്തിനായി മാത്രം മാറട്ടെ. ആ പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. We were just in conversations. Goodbye. Wow.